നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 3. അങ്ങനെ ഇന്നത്തോടുകൂടി നമ്മൾ ഈ ആഴ്ചയിലെ അവസാന ട്രേഡിംഗ് സെഷനിലേക്ക് എൻ്റർ ആവുകയാണ്. ഇൻഡിപെൻഡൻസ് ഡേ ആയതിനാൽ തന്നെ ഇന്ന് US മാർക്കറ്റുകൾക്ക് അവധിയാണ്. ഇനി ജൂലൈ 6 തിങ്കളാഴ്ച മാത്രമേ US മാർക്കറ്റിൽ വ്യാപാരം പുനരാരംഭിക്കുകയുമുള്ളൂ. വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ പുതിയ ഡെവലപ്മെന്റ്സുകളൊന്നും തന്നെയില്ല. ആകെ ഹോർമുസ് കടലിടുക്കിന്റെ ഭാവിയെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു പ്രധാന തടസ്സമായി മാറിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഖത്തറിലെ ദോഹയിൽ വെച്ച് നടന്ന മധ്യസ്ഥരുമായിട്ടുള്ള ഇൻഡയറക്റ്റ് ചർച്ചകളില്. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം 24,200 എന്ന ലെവലിന് മുകളിലായിട്ട് ഇന്ന് നിഫ്റ്റിക്ക് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ, തുടർന്ന് 24,300 എന്ന ലെവലിലും നിഫ്റ്റിക്ക് ശക്തമായ റെസിസ്റ്റൻസ് ഒരുപക്ഷെ നേരിട്ടേക്കാം. ഈ ലെവലും അതിശക്തമായി മറികടക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് 24,400 പിന്നീട് 24,500 എന്നീ ലെവലുകളിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. എന്നാൽ അതേസമയം 24,000 എന്ന ലെവൽ സൈക്കോളജിക്കൽ മാത്രമല്ല, നിഫ്റ്റിക്ക് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ആണെങ്കിൽ കൂടിയിട്ടും ഈ ലെവലിൽ നിന്ന് നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ കൺസോളിഡേഷനിലേക്ക് മാർക്കറ്റിനെ തള്ളിവിടുകയും ചെയ്യാം. എന്നാൽ ക്രൂഷ്യൽ സപ്പോർട്ട് ലെവലായ 23,800 എന്ന ലെവൽ നിഫ്റ്റി ഇന്ന് ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ സെല്ലിംഗ് പ്രഷറും വർദ്ധിക്കാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഒത്തിരിയേറെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ അവയുടെ Q1 ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റുകൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ബജാജ് ഫൈനാൻസ്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, CSB ബാങ്ക്, ഹിന്ദുസ്ഥാൻ സിങ്ക്, M&M ഫിനാൻഷ്യൽ സർവീസസ്, ഇക്വിറ്റ സ്മോൾ ഫൈനാൻസ് ബാങ്ക്, യൂക്കോ ബാങ്ക്, ഉജ്ജീവൻ സ്മോൾ ഫൈനാൻസ് ബാങ്ക്, അവന്യൂ സൂപ്പർ മാർക്കറ്റ്സ്, PC ജ്വല്ലർ, മാരിക്കോ, ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് തുടങ്ങിയ സ്റ്റോക്കുകളാണ് പ്രധാനമായും Q1 അപ്ഡേറ്റ്സുകൾ റിലീസ് ചെയ്തതും. ആയതിനാൽ തന്നെ ഇവയുടെ റിസൾട്ടിന്റെ ഇമ്പാക്ട് സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻസിലേക്ക് ഇന്ന് നയിക്കുവാനും സാധ്യതകളുണ്ട്. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഒന്നും തന്നെയില്ല. ഇന്നലെ US നിന്നും വൈകുന്നേരം ഇന്ത്യൻ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഇന്ത്യൻ സമയം 6 മണിയോടുകൂടി നോൺ ഫാം പേറോൾസിന്റെയും അൺഎംപ്ലോയ്മെന്റ് റേറ്റിന്റെയും റിലീസ് ഉണ്ടായിരുന്നു. ജൂണിൽ US തൊഴിൽ സൃഷ്ടിയിൽ മന്ദത രേഖപ്പെടുത്തിക്കൊണ്ട് ആകെ 57,000 പുതിയ തൊഴിലുകൾ മാത്രമേ രേഖപ്പെടുത്തുവാനായുള്ളൂ. അതേസമയം അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 4.2% ഇടിവും രേഖപ്പെടുത്തി. തുടർച്ചയായി ഇന്നലെ രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിന് നേട്ടം തുടരുവാനായെങ്കിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ ഈ തിങ്കളാഴ്ച മുതൽ ആരംഭിച്ച ശക്തമായ സെല്ലിംഗിന് ശേഷം ഇന്നലെ സെല്ലിംഗ് തുടർന്നെങ്കിലും ആകെ 311.82 കോടി രൂപയ്ക്കുള്ള സെല്ലിംഗ് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നടത്തുകയും ചെയ്തുള്ളൂ. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 1,784.40 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടർന്നു. ഇനി നമുക്ക് ADR സ്റ്റോക്സുകൾ പരിശോധിക്കാം. ആക്സിസ് ബാങ്ക് ADRന് നേരിയ നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഡോക്ടർ റെഡ്ഡീസ് ലാബിന് 2.25%, HDFC ബാങ്ക് ADRന് 0.25%, ICIC ബാങ്ക് ADRന് 1.25%, ഇൻഫോസിസിന് 4.25%, വിപ്രോയ്ക്ക് 1% നേട്ടം കൈവരിക്കുവാനും സാധിച്ചു. ഇന്നലെ ഇന്ത്യൻ IT മേഖലയിൽ തുടർന്ന ശക്തമായ നേട്ടം ഇന്നലെ US ADRല് ഇന്ത്യൻ IT സ്റ്റോക്കുകൾക്ക് തുടരുവാനുമായി. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്നലെ US മാർക്കറ്റില് S&P 500ന് ഫ്ലാറ്റ് ആയിട്ടും അതേസമയം നാസ്ഡാക്കിന് 0.25% നഷ്ടത്തിലാണ് ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നത്. അതേസമയം യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK, ഫ്രാൻസ് മാർക്കറ്റുകൾക്ക് 1.5%, ജർമ്മൻ മാർക്കറ്റിന് 2% നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 0.25%, കൊറിയൻ മാർക്കറ്റ് 1.5% നഷ്ടത്തോടു കൂടിയിട്ടാണ്. അതേസമയം എണ്ണയുടെ വിലയിൽ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം നേരിയ ഉയർച്ച രേഖപ്പെടുത്തി.
ഏകദേശം 1% ബ്രെന്റ് ക്രൂഡിലും ക്രൂഡ് ഓയിലിലും. എന്നാൽ ഇന്ന് രാവിലെയോടുകൂടി വീണ്ടും നേരിയ ഇടിവ് അനുഭവപ്പെടുന്നുണ്ട്, 0.25% ബ്രെന്റ് ക്രൂഡിന്റെ വില $71.55 ക്രൂഡ് ഓയിലിന്റെ വില $68.42 പെർ ബാരൽ നിലയിലേക്കും എത്തിച്ചേർന്നു. ഗോൾഡിന്റെ വിലയിലും നേരിയ ഉണർവാണ് അനുഭവപ്പെടുന്നത്. $4137.67 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. PCR 1.32 എന്ന നിലയിലേക്ക് അൾട്രാ ബുള്ളിഷ് ആയിട്ട് മാറിയിട്ടുണ്ട്. മാക്സ് പെയിൻ ഇന്നലെയുണ്ടായ നേട്ടത്തെ തുടർന്ന് 24,000 എന്ന ലെവലിൽ നിന്നും 24,100 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. ഇന്നലെയുണ്ടായ ശക്തമായ നേട്ടത്തെ തുടർന്ന് നിഫ്റ്റിക്ക് അതിന്റെ ഷോർട്ട് മിഡ് ഡേ മൂവിംഗ് ആവറേജുകളുടെ മാത്രമല്ല വീണ്ടും 2 ആഴ്ചകൾക്ക് ശേഷം ലോങ് ടൈം മൂവിംഗ് ആവറേജായ 100 ഡേ EMAയിലുള്ള ഗ്രിപ്പ് തിരിച്ചുപിടിക്കുവാനുമായി RSIയിലും ഗണ്യമായ ഉയർച്ച രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 58.94 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. എങ്കിലും 24,400 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുന്നത്. 24,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് അതേസമയം ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,100 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. BPCL കമ്പനിയുടെ ഉപസ്ഥാപനമായ BPRL വെഞ്ചേഴ്സ് BB, IBV ബ്രസീൽ പെട്രോളിയം ലിമിറ്റഡിലെ ബാക്കിയുള്ള 39.14% ഓഹരികൾ 2,312 കോടി രൂപയ്ക്ക് സ്വന്തമാക്കി. ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക്, SBI ലൈഫ് ഇൻഷുറൻസ് കമ്പനി, HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി എന്നിവയുടെ ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങൾ സ്വന്തം ബ്രാഞ്ചിലൂടെ വിപണനം ചെയ്യുന്നതിനും സേവനങ്ങൾ നൽകുന്നതിനുമായിട്ട് ബാങ്ക് ഇരു ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് കോർപ്പറേറ്റ് ഏജൻസി കരാറുകളിൽ ഒപ്പുവെച്ചു. കോർപ്പ് ലൈഫ് സയൻസ് ടൂർ ഹൈപ്പർലുപ്പ് പ്രൈവറ്റ് ലിമിറ്റഡുമായിട്ട് ഒരു തന്ത്രപരമായ സഹകരണ കരാറിൽ കമ്പനി ഏർപ്പെട്ടു. രാംകോ സിസ്റ്റംസ് ജൂലൈ 2 മുതൽ, അതായത് ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ ശ്രീ രവീന്ദർ സന്ദേശ് പിലാഗിയെ കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് നിയമിച്ചു. PB ഫിൻടെക് ടെമാസെക് ഹോൾഡിംഗ്സിന്റെ ഉപസ്ഥാപനമായ മാക്രീച്ചി ഇൻവെസ്റ്റ്മെന്റ്സ് ബ്ലോക്ക് ഡീലുകളിലൂടെ PB ഫിൻടെക്കിൽ നിന്നും 1.19 കോടി ഷെയറുകൾ അഥവാ 2.6% സ്റ്റേക്ക് 1,908 കോടി രൂപയ്ക്ക് വിറ്റഴിക്കുവാൻ സാധ്യതയുണ്ടെന്ന് CNBC TV18 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. BLS സർവീസസ് 157 കോടി രൂപയ്ക്ക് അറ്റ്യാറ്റി ടെക്നോളജീസിലെ 100% ഓഹരികളും സ്വന്തമാക്കി. സ്റ്റെർലൈറ്റ് ടെക്നോളജീസ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് വഴി 1,500 കോടി രൂപ വിജയകരമായിട്ട് കമ്പനി സമാഹരിച്ചു. LG ഇലക്ട്രോണിക്സ് ഇന്ത്യ കമ്പനിക്ക് മുൻപ് പിഴയുൾപ്പെടെ 116.72 കോടി രൂപയുടെ GST ഡിമാൻഡ് നോട്ടീസ് ലഭിച്ചിരുന്നു. ഇതിനെതിരെ കമ്പനി നൽകിയ അപ്പീലിന് അനുകൂലമായ തീരുമാനം GST അധികൃതർ നൽകുകയും ചെയ്തു. ഇതിനെ തുടർന്ന് 116.72 കോടി രൂപയുടെ ഡിമാൻഡ് GST ഡിപ്പാർട്ട്മെന്റ് പിൻവലിക്കുകയും ചെയ്തതായിട്ടുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. അദാനി എന്റർപ്രൈസസ് ഒഡീഷയിൽ $11.5 ബില്യൺ ചെലവിൽ സംയോജിത ഗ്രീൻഫീൽഡ് അലുമിനിയം പദ്ധതി നടപ്പിലാക്കുന്നതിനായി അദാനി എന്റർപ്രൈസസും IHSC ഗ്രൂപ്പിന്റെ ഭാഗമായ 2.0 വഴിയുള്ള ഇന്റർനാഷണൽ റിസോഴ്സ് ഹോൾഡിംഗും ചേർന്ന് 50:50 എന്ന അനുപാതത്തിൽ ഒരു ജോയിന്റ് വെഞ്ചർ രൂപീകരിക്കുമെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.